ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, ഇരുമുഖമുള്ള മനുഷ്യർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആത്മാവിൽ കാപട്യമുള്ളവരാണ്. അതായത് നമ്മോടൊരു കാര്യം പറയുകയും ഉള്ളിൽ അതിനെതിരായി ചിന്തിക്കുകയും ചെയ്യുന്നവർ. അവർ നമ്മോട് നല്ല വാക്ക് സംസാരിക്കുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയം നമുക്ക് അനുകൂലമല്ല. ഇത്തരക്കാരെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഇടപഴകേണ്ടതായി വരും. നമ്മോട് ഇവർ നന്നായി പെരുമാറുന്നു, അതുകൊണ്ട് നാം അവരെ അംഗീകരിക്കുന്നു. പക്ഷേ അംഗീകരിക്കാത്ത ഒരാളുണ്ട്, അത് ദൈവമാണ്. നമുക്ക് അവരുടെ രണ്ട് മുഖങ്ങളും കാണാനാകുന്നില്ല എങ്കിലും നീതിസൂര്യനായ ദൈവത്തിന് അവരുടെ രണ്ട് മുഖവും കാണാനാകും. 1 ശമൂവേൽ 16:7 കേൾക്കൂ. യഹോവ ശമൂവേലിനോട്, അവൻ്റെ ശാരീരിക രൂപമോ ഉയരമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല. മനുഷ്യൻ പുറമേ കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്നരുളി ചെയ്തു. ഇതിന് സമാനമായ വചനങ്ങൾ ലൂക്കാ 16:15 ജെറമ്യാ 17:10 നമുക്ക് കാണാവുന്നതാണ്. ദൈവത്തിന് ഇത്തരം കാപട്യമുള്ളവർ വെറുപ്പാണ് എന്നാണ് വചനം പറയുന്നത്. സദൃശവാക്യങ്ങൾ 12:22 ശ്രദ്ധിക്കൂ. വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, സത്യം പ്രവർത്തിക്കുന്നവർ അവിടുത്തേക്ക് പ്രസാദം. സങ്കീർത്തനം 11:5 വെളിപ്പാട് 2:6 ഇങ്ങനെയുള്ളവരെ ദൈവം വെറുക്കുന്നു എന്ന് പറയുന്നുണ്ട്. സങ്കീർത്തനം 32:2 ആത്മാവിൽ കാപട്യമില്ലാത്തവർ ഭാഗ്യവാന്മാരാണെന്നാണ് പറയുന്നത്. ഹൃദയത്തിലെ തികഞ്ഞ സത്യസന്ധത യേശുവിന് കാണാനാകും. യേശുവിനെ കാണാൻ വന്ന നഥാനിയേലിനെ കുറിച്ച് യേശു പറയുന്നത് കേൾക്കൂ. യോഹന്നാൻ 1:47 നഥാനിയേൽ തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് അവനെക്കുറിച്ച് യേശു, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ യേശു പരീശന്മാരെയും ശാസ്ത്രിമാരെയും കപടഭക്തിക്കാരെ എന്നാണ് വിളിക്കുന്നത്. യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ അടയാളം ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു ആദ്യം പറയുന്ന കാര്യം കേൾക്കൂ. മത്തായി 24:4-5 ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേർ എടുത്തു വന്ന് പലരെയും തെറ്റിക്കും. ഇവിടെ യേശു പറയുന്നത് അനേകർ എന്നാണ്. ശരിയാണ് സഹോദരങ്ങളെ, അനേകം പേർ യേശുവിൻ്റെ നാമത്തിൽ പല വ്യാജ കാര്യങ്ങളും ഇന്ന് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാപട്യങ്ങളെ നാം തിരിച്ചറിയണം, ഇവരെ സൂക്ഷിക്കണം. ദോഷകരമായ ഉദ്ദേശങ്ങളോടെ നിരുപദ്രവകാരികളായി വേഷം മാറിയ കാപട്യമുള്ള ഇത്തരത്തിലുള്ള പ്രവാചകന്മാർക്കെതിരെ യേശു നൽകുന്ന മുന്നറിയിപ്പാണിത്. അവരെ നാം എങ്ങനെ തിരിച്ചറിയും? ദൈവാത്മാവിൻ്റെ സഹായത്താൽ മാത്രമേ നമുക്ക് ഇവരെ തിരിച്ചറിയാനാകൂ. യഥാർത്ഥ ദൈവഭക്തനായ ഒരു വ്യക്തി വിശ്വസ്തനാകുന്നത് വിശ്വസ്തനും സത്യവുമായ ദൈവത്തെ സേവിക്കുമ്പോഴാണ്. അവൻ്റെ പ്രവൃത്തികൾ സത്യസന്ധമായിരിക്കും എന്നതിനാൽ അവൻ്റെ പ്രവൃത്തികളെ തിരിച്ചറിയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. സ്വഭാവത്തിൻ്റെ സ്ഥിരത നോക്കണം, അവരുടെ പ്രവൃത്തികളുടെ ഫലങ്ങളെ വിലയിരുത്തണം. മറിച്ച് അവരുടെ വാക്കുകളെയോ രൂപഭാവങ്ങളെയോ അല്ല വിലയിരുത്തേണ്ടത്. അവരെ തിരിച്ചറിയാനുള്ള താക്കോൽ അവരുടെ പ്രവൃത്തികളെയും അവ പുറപ്പെടുവിക്കുന്ന ഫലങ്ങളെയും നിരീക്ഷിക്കുക എന്ന് തന്നെ. ഇത് നമ്മെ ജാഗരൂകരും വിവേചന ബുദ്ധിയുള്ളവരുമായിരിക്കാൻ പഠിപ്പിക്കുന്നു. ഇത്തരം ഇരുമുഖമുള്ള എല്ലാ മനുഷ്യരെയും സൂക്ഷിക്കണം. അവരുടെ കപട ഹൃദയങ്ങളെ വിവേചിക്കാൻ ദൈവാത്മാവ് സഹായിക്കട്ടെ. അവരുടെ ദുഷ്ടവഴികളാൽ ആരും കളങ്കപ്പെടാൻ ഇടവരല്ലേ. അവരെ നമ്മുടെ ഉള്ളിലേക്ക് അനുവദിച്ചാൽ അവർ നമ്മെ കെണിയിൽ വീഴ്ത്തുമെന്നതിനാൽ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് പറയുകയും മറ്റൊന്ന് ഹൃദയത്തിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളായി നാമും മാറരുത്. നമുക്ക് കിട്ടുന്ന ബൈബിൾ സന്ദേശങ്ങൾ ബെറോവിയാവിലെ വിശ്വാസികളെപ്പോലെ ദൈവത്തിൻ്റെ എഴുതപ്പെട്ട തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം വിലയിരുത്തണം. യഥാർത്ഥ സുഹൃത്തുക്കളെയും വ്യാജ സുഹൃത്തുക്കളെയും തിരിച്ചറിയാൻ ദൈവാത്മാവിൻ്റെ വിവേചന വരത്താൽ നമുക്കാകട്ടെ. സദൃശവാക്യങ്ങൾ 4:23 ഇങ്ങനെ പറയുന്നുണ്ട്, സകല ജാഗ്രതയോടുകൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലയോ ആകുന്നത്. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.